ഈ രൗദ്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പല സിനിമകളിലൊക്കെ അങ്ങിങ്ങായിട്ട് ചെറിയ 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 പ്രസൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മനസ്സിൻ്റെ ഉള്ളിൽ എന്താ വിചാരിക്കുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ കോട്ടയം നസീറിന് ഒരുപാട് കാലം സ്റ്റേജ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലേറ്റ് 40s അദ്ദേഹത്തിന് ഒരു ക്രാക്ക് വരുന്നത് റോഷാക്കിന് ശേഷം. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കലാഭവൻ ജിൻഡോ ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ? അതിനുവേണ്ടി ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ സിനിമ എല്ലാവരുമായിട്ടും എനിക്ക് പരിചയമുണ്ട്. എല്ലാവരും എനിക്കറിയാം. ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയാം എല്ലാവർക്കും. പേര് പല പേരുകളിട്ട് വിളിക്കുമെങ്കിലും ജിൻഡോ എന്ന് ചിലപ്പോൾ ചിലപ്പോൾ ഷിൻഡോ എന്ന് വിളിക്കും. ഞാൻ പറയും ആ ഷിൻഡോ അല്ല ജിൻഡോ ആണ്, എങ്ങനെങ്കിലും ജിൻഡോ എന്നാലും അറിയാം. അപ്പം പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇച്ചിരി വെളുപ്പും സൗന്ദര്യവും കൂടിപ്പോയോണ്ട് വർക്ക് കിട്ടാത്ത ആളാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാരണം എല്ലാവരുമായിട്ട് കണക്ഷനുണ്ട്, എല്ലാവരും അറിയാം. പക്ഷെ നമ്മളൊരു വേഷം ചോദിച്ച് ചെല്ലുമ്പം വിളിക്കണം, അടുത്തേൽ വിളിക്കാം, കിട്ടും, അടുത്തേലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ എനിക്ക് ഇപ്പോൾ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. മാളികപ്പുറം ചെയ്തു, പിന്നെ CBI 5 ചെയ്തു. ഇപ്പോൾ ഇറങ്ങിയ പടം മച്ചാൻ്റെ മാലാകയിലുണ്ട്, ഇപ്പോൾ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലുണ്ട്. എല്ലാത്തിലും വേഷമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷത്തിലേക്ക് എത്താൻ ഇനിയും കഷ്ടപ്പെടണം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെയെങ്കിലും എത്തി. ഇനിയും നമുക്ക് ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിക്കും, എല്ലാവരുടെ അടുത്തും ചാൻസ് ചോദിക്കാൻ പോകും, എല്ലാ ലൊക്കേഷനിലും പോകും. അങ്ങനെ ഞാനിപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേറെ എൻ്റെ ജോലി ഇതാണ്, എൻ്റെ ഫീൽഡ് ഇതാണ്. എനിക്കിത് വിട്ടിട്ട് വേറൊരു പണിക്കും പോകാറില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കാനും നാട് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ മിമിക്രി, കോർഡിനേഷൻ, ആങ്കറിങ്, അഭിനയം, പ്രൊഡക്ഷൻ വരെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ നമ്മൾ എന്തും ഞാൻ ചെയ്യാത്ത ജോലികളില്ല. എൻ്റെ 15-ാം വയസ്സ് മുതൽ ഞാൻ അതുപോലത്തെ ജോലികൾ ചെയ്തു വന്നേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ജോലിയും ചെയ്യുന്നതിനോട് ഒരു മടിയില്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ആ വഴി ഇനി സിനിമയിലേക്ക് കയറാം. സത്യമായിട്ട് ഞാനിപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിക്ക് കയറി അപ്പോൾ അഭിനയിക്കുന്ന ഒരാളായിട്ട് ഒരു ജോലിക്ക് കയറ്റുമില്ല. നമുക്കറിയാം പ്രൊഡക്ഷനിൽ കോർഡിനേറ്ററായിട്ടോ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഈ ഫീൽഡിൽ ഒത്തിരി ജോലികളുണ്ട്, പല മേഖലയിൽ പല ജോലിയുണ്ട്. നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ജോലി ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇത് എവിടെ ക്ലിക്കാവുന്ന അവിടെ കൂടും. ഈ അദ്ദേഹം കലാഭവൻ ചേട്ടൻ തന്നെ ന്യൂ ജനറേഷൻ സിനിമകളെ വിമർശിച്ചൊരു ഇതുണ്ട്. ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പ്രശ്നമുണ്ട്, പക്ഷെ നല്ല സിനിമകൾ എടുക്കുന്നവരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്. അമൽ നീരദിന്റെ കൂടെയുള്ള അസോസിയേഷനൊക്കെ പുള്ളി ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ, അതായത് 12 തൊട്ടിട്ട് മലയാള സിനിമ വല്ലാത്തൊരു ഷിഫ്റ്റിലേക്ക് പോയിരുന്നു. അങ്ങനെ പുതിയ സിനിമ സങ്കേതങ്ങളോടൊരു അകൽച്ച ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. മണിച്ചേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാവരെയും പുള്ളി കഥ കേൾക്കും. നമ്മൾ പ്ലാൻ ചെയ്യും, അത് നോക്കാം നമുക്ക്. മണിച്ചേട്ടൻ ഇന്ന ക്യാരക്ടറും നായകൻ ചെയ്യണമെന്നൊന്നുമില്ല. വില്ലനായിട്ട് പോവും, കൊമേഡിയനായിട്ട് പോവും. അല്ല തമിഴ് എനിക്ക് തോന്നുന്ന സിംഗം 3-ലൊക്കെ വിളിക്കാൻ വേണ്ടി അവർ വന്ന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ്. സിംഗം 3-ൽ മണിച്ചേട്ടനായിരുന്നു വില്ലൻ വരേണ്ടത്. അപ്പോൾ അവർ ചാലക്കുടി വന്നിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്തു, പക്ഷെ ഡേറ്റ് കൊടുക്കാനില്ല. ആ സമയത്തൊക്കെ വേറെ ഏതൊക്കെയോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തതും ഇറങ്ങാനുള്ള പടങ്ങളും കുറേ പരിപാടിയും നേരത്തെ ആദ്യം എടുക്കുന്നതിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലാഷ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മണിച്ചേട്ടൻ അതിന് വേണ്ടിയിട്ട് മാറി എന്ന് ഉള്ള ഇതൊന്നുമില്ല. പുള്ളിക്ക് എല്ലാവരും എത്രയോ പേര് പുള്ളിയെടുത്ത് ആ സമയത്തൊക്കെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരുന്നു. മണിച്ചേട്ടൻ ഇതാണ് ക്യാരക്ടർ, ചെയ്യണം, ആരെ നോന്ന് പറഞ്ഞ് പുള്ളി വിടുകയായിരുന്നു. ഈ അമൽനിരുദ്ധമായിട്ടുള്ള അസോസിയേഷനെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാളാണ്. നല്ലതായിരുന്നു. ഞാൻ ലൊക്കേഷനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, ബാച്ചലർ പാർട്ടിയിൽ. അവിടെ ഫോട്ടോ മറ്റേ ഇവിടെ കളപ്പുരയ്ക്കൽ ആ വീടിൻ്റെ അവിടെ ആ സ്ഥലത്ത് മട്ടാഞ്ചേരി സൈഡിൽ. പക്ഷെ ഭയങ്കര ആസ്വദിച്ച് നല്ല രസമായിട്ടായിരുന്നു മണിച്ചേട്ടൻ ഇതൊക്കെ ഇട്ട്. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് ആ സമയത്ത്. ആ പടമൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന പടം. കാരണം ഭയങ്കര ഓടിപ്പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റൈലിഷ് ഒരു ഷോട്ട് എടുത്ത് നിന്ന് ആസ്വദിച്ച് അത് കണ്ടു നോക്കി. ആള് തന്നെയാണ് അന്ന് ക്യാമറയും ചെയ്യുന്നത്, അമൽ സാർ തന്നെയാണ് ക്യാമറയും ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ആസ്വദിച്ച് അത് രസമായിട്ട് ഇങ്ങനെ നിന്ന് ഭയങ്കര ഹാപ്പി. നൈറ്റൊക്കെ ആയിരുന്നു ഷൂട്ടും. അപ്പോൾ പുള്ളി അവിടെ ഉണ്ടാവും. ഇവർ റഹ്മാൻ സാറ്, മണിച്ചേട്ടൻ, അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇന്ദ്രജിത്തേട്ടനും മണിച്ചേട്ടനും റഹ്മാനൊക്കെ അവിടെ ഉള്ളത്. പക്ഷെ അവർ ഭയങ്കര എല്ലാവരും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈറ്റാണ് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ എനിക്കത് വലിയ ഇതായിട്ട് തോന്നില്ല. മണിച്ചേട്ടൻ ഭയങ്കര ആസ്വദിച്ച് തന്നെ അതൊക്കെ. ഈ അദ്ദേഹം വിനായകന് ഒരുപാട് സിനിമകളിൽ ചേട്ടൻ അനിയൻ വേഷങ്ങൾ ചെയ്തിരുന്നല്ലോ. വിനായകനോട് പറ്റി ആ സമയത്ത് മണിച്ചേട്ടൻ ജിൻഡോ ചേട്ടനോട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടില്ല? ഷെയർ ചെയ്തിട്ടില്ല. വിനായകനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെല്ലാവരും അവർ പക്ഷേ അങ്ങനെ നമ്മളോട് വേറെ ഇതൊന്നുമില്ല, ഇഷ്ടമായിരുന്നു എന്നറിയാം. ഷെയർ ഒന്നും ചെയ്തിട്ടില്ല. ആരെക്കുറിച്ച് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഒരാളെ പറ്റിയുള്ള അഭിപ്രായം അങ്ങനത്തെ ഒന്നും പറയില്ല. സമയമില്ല, ഓരോ തിരക്ക്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പാടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ എന്തെങ്കിലും നിൽക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരികയാണ്.
നമ്മൾ മിണ്ടാറൊന്നുമില്ല, നമ്മളിങ്ങനെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുള്ളൂ. കാരണം അവിടെ അത്ര ആൾക്കാർ കാണാൻ വരുന്നു, ആ പ്രശ്നങ്ങൾ പറയാൻ വരുന്നു, മണിച്ചേട്ടാ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നു, അങ്ങനെയുള്ള ആൾക്കാർ അവിടെ കൂടുതലും. മണിച്ചേട്ട ഷൂട്ടിംഗ് ഇല്ല, പ്രോഗ്രാം ഇല്ല, പാടിയിലുണ്ടെന്ന് അറിഞ്ഞാൽ പോക്കാണ്. ഒരു ജില്ല മുഴുവനും ഉണ്ടാവും പാട്ട് പാടാനും അതും ഇതും കുറേ കാസറ്റുമായിട്ടും അങ്ങനെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരാണ്. അപ്പം നമ്മൾ ഫ്രീ ടൈമിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇടാതെ ഒന്ന് വിളിച്ചാൽ ഫോണൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ പേഴ്സണൽ സംസാരിച്ച് മറ്റവൻ ഒന്നും ആ പരിപാടിയില്ല. ഒരാളുടെ കുറ്റമേ പറയില്ല പുള്ളി, ഒരാളുടെ കുറ്റമേ പറയില്ല എന്ന്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത്രയും. ഈ തമാശകൾ എഴുതുന്ന ആളുകൾക്കൊക്കെ ഇന്ന് എന്താ പറയുക, ഒരാളെ ഇപ്പോൾ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തമാശ എഴുതാൻ പറ്റില്ല, പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം നമ്മുടെ തമാശകൾ, ആരെയും വേദനിപ്പിക്കരുത്, അതിനപ്പുറത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ നിയമപരമായിട്ട് പോലും, ഇപ്പം ഒരു ജാതകം എന്നുള്ള സിനിമയിൽ പോലും അത് നിയമപരമായിട്ട് പോലും ആ സിനിമയ്ക്ക് അതിൻ്റെ കാര്യങ്ങളോട് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ തമാശ എഴുതാനും അവതരിപ്പിക്കാനും ഒക്കെ പണ്ടത്തതിനേക്കാൾ വെച്ച് ശ്രമകരമാണോ? ഇപ്പൊ തമാശ ആൾക്കാർക്ക് ഒന്നാമത് നമ്മുടെ ഫോണിലുണ്ടല്ലോ, ഒറ്റ ഞെക്കിന് കിട്ടും. റീൽസ് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രേമലൂരിൽ ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലേ, മറ്റവൻ സാധാരണ നാട്ടിൻപുറത്തെ കോമഡി പറഞ്ഞപ്പം ജൈവനം ചെയ്ത മൊബൈലിൽ നോക്കിയിട്ട് എടുക്കുകയാണ്. അതാണ് കാലഘട്ടം. പണ്ടങ്ങനെ ഒന്നുമില്ല. പണ്ട് നമ്മൾ പറയുന്ന കോമഡി ആയിരുന്നു. മണിച്ചേട്ടൻ ലൈവ് സ്റ്റേജിൽ ഇപ്പോൾ നാദൃശ്യക്കാൻ മണിച്ചേട്ടൻ അവരുടെ കാസറ്റുകൾ മാത്രം എടുത്താണ്. നാദൃശ്യയുടെ കാസറ്റ് അത് ലൈവ് പോകുന്ന സാധനമാണ്, അത് തന്നെ ഉണ്ടായി വരുന്നതാണ്. അത് ആ ഒരു കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പം മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളതാണ് കോമഡി. ഓക്കെ, ഞാൻ വിഷ്ണുവിനെ കളിയാക്കുക, ആൾക്കാർ ചിരിക്കും. എന്നെ കളിയാക്കിയ ആൾക്കാർ ചിരിക്കും. നമ്മൾ നമ്മളെ തന്നെ കളിയാക്കിയിട്ടാണ് സ്റ്റേജ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായി? അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് വാ തുറന്ന കൗണ്ടറായിരുന്നു. അപ്പം അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കോമഡി എഴുതി ഫലിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്ന വലിയ സംഭവം തന്നെ. ചാനൽസിനകത്തെ ഈ കോമഡി പ്രോഗ്രാംസിൻ്റെ എണ്ണം ഒരുപാട് കൂടിയാണ്. അത് കോമഡി സിനിമകളെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? കാരണം അവിടെയും കുറേ കോമഡി ഉണ്ട്, എന്നാൽ സിനിമയിലും അത് അപ്പോൾ വരുന്നില്ല. അങ്ങനെ ആ സിനിമകളെ അത് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് സിനിമയിലെ കോമഡികൾ വേറൊരു ഇതും, സ്റ്റേജ് കോമഡി, ആക്ഷൻ കോമഡി വേറൊരു ഇതുമായിരുന്നു. സ്റ്റേജിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അത്ര പുറകിലിരിക്കുന്നവർക്ക് മുതൽ ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് കിട്ടുള്ളൂ. സിനിമ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു ഡയലോഗിൽ കിട്ടും. ഇപ്പോൾ സലീം കുമാറേട്ടൻ്റെയും ഹനീഫിക്കയുടെ ഒക്കെ സിനിമകൾ, അവരുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കി അറിയാം, ഓഫ് സൈഡിലാണ് അവർ ഡബ് ചെയ്തേക്കുന്നത്. ഇത് വിഷ്വലിൽ ലിപ്പിലൊന്നുമല്ല. എത്രയോ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒക്കെ നമ്മൾ ചിരിച്ചേക്കുന്ന ഒക്കെ മുഴുവൻ അങ്ങനത്തെ സാധനങ്ങളാണ്. ഷാഫി സാറിൻ്റെ പടമൊക്കെ എടുത്തോ, പുലിവാൽക്കല്ലാടത്തേക്ക് ദൂരം കൗണ്ടറുകൾ പുറകിൽ, ആ പാലാരിവട്ടം ശശി എന്നൊക്കെ പറയുന്ന ഒന്നും അവരുടെ ഫേസിലല്ല, അതൊക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞു. അങ്ങനത്തെ സാധനമൊക്കെ അത് അവിടെ ആ സിനിമയ്ക്ക് പറ്റും. പക്ഷെ അത് സ്റ്റേജിൽ പറ്റത്തില്ല. സ്റ്റേജിൻ്റെതായ കോമഡികൾ തന്നെ എഴുതി ആക്ഷൻ കോമഡി റിഹേഴ്സൽ ചെയ്ത് അത് എടുക്കുമെന്ന് വരെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു സ്കിറ്റ് കളിക്കുക എന്നുള്ള സാധനവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവാണ്. സ്കിറ്റ് എല്ലാവരും വൺ മാൻ ഷോയിലേക്ക് മാറി, ഇൻഡിവിജ്വൽ പെർഫോമിംഗ് ആയി. സ്റ്റാറുകൾ അനുകരിക്കുക, വെറൈറ്റികൾ കൊണ്ടുവരിക. സ്കിറ്റ് കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ സ്കിറ്റ് കളിച്ചാൽ നല്ല കോമഡി ഉണ്ടാവണം, അല്ലെങ്കിൽ മൊത്തം ഇന്റർമീനിങ് സാധനമാണ്. ഇന്റർമീനിങ് സാധനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് പല സ്ഥലത്തും സ്കിറ്റ് വേണ്ടാട്ടോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അത് സ്കിറ്റ് വേണ്ട, അല്ലാതെ വെറൈറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വെറൈറ്റി കിട്ടുന്ന ആൾക്കാരെ മാത്രം വിളിക്കാൻ തുടങ്ങി. സ്റ്റാൻഡപ്പ് ഒക്കെ കോമഡി. അപ്പോൾ സ്റ്റാൻഡപ്പും ഇപ്പം ഏറ്റവും കൂടുതൽ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇത്. മഹേഷ് കുഞ്ഞുമോൻ എന്ത് കാണിച്ചാലും അവനപ്പോൾ റെഡിയാണ്. അവനങ്ങനത്തെ ഒരു മനുഷ്യനാണ്. മഹേഷ് കുഞ്ഞുമോനുണ്ട്, ഒരു അശ്വന്തുണ്ട്. അശ്വന്ത്, മഹേഷ് കുഞ്ഞുമോൻ, സിദ്ദീഖ്, അഖിൽ, അങ്ങനെ കുറേ പേര് ഈ ഫ്ലവേഴ്സിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, പ്രതിഭാശാലികളാണ്. അയ്യോ ഒരു രക്ഷയില്ല. പണ്ട് നമ്മൾ നസീർക്കയുടെ മിമിക്രി, കോട്ടൻ നസീർക്കയുടെ മിമിക്രിയും, നസീർക്കായിരുന്നു മിമിക്രിയുടെ സുൽത്താൻ, മിമിക്രിയുടെ സുൽത്താൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നസീർക്ക് തന്നെ കേട്ടോ, ഇനി നസീർക്ക് കേട്ടോ, നസീർക്കാ ഞാൻ വെറുതെ പറഞ്ഞോട്ടോ. അത് അതിനൊരു മാറ്റങ്ങൾ വന്നു. കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ കൊറോണയെ വന്നതോടുകൂടിയാണ് ഇതെല്ലാം മൊത്തത്തിൽ തിരിഞ്ഞത്. പണ്ട് ഇങ്ങനൊരു ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൊബൈലിലിരുന്ന് ഇത് ചെയ്യാൻ പറ്റും, മൊബൈൽ കൊണ്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനൊരു ചിന്തയെ നമുക്ക് വരില്ലായിരുന്നു. അതാരോ ഒരാൾ തുടങ്ങി വെച്ചു, അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വന്ന് ഇപ്പം ഇങ്ങനെയായി. അതുകൊണ്ട് ഇത് അതിനൊരു രണ്ട് ഡിഫറൻറ്റ് തന്നെയാണ്. എന്നാലും സിനിമാ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ. എല്ലാ ജനുവരി 1-ാം തീയതിയും ഓർത്ത് ചെയ്യുന്ന ആ ഒരു സത്പ്രവൃത്തി ഉണ്ടല്ലോ മണിച്ചേട്ടൻ്റെ പേരുമായി ചേർത്ത് വെച്ചുകൊണ്ട്, അതിന് ഇനിയും എല്ലാ വർഷവും തുടരാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. സന്തോഷം. താങ്ക് യു.